അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും SN ട്രസ്റ്റിന്റെ അധിപൻ എന്ന നിലയ്ക്കും വെള്ളാപ്പള്ളി നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് എത്ര പുകഴ്ത്തിയാലും തീരാത്ത അത്ര വലുതാണ് എന്ന മട്ടിലായിരുന്നു ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം. ഈ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി വരാമോ എന്നുള്ള ചർച്ചകളാണ് ഈ ദിവസം വരെ കേരളം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് നടത്തിയ പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ അതിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശൻ മാരീജൻ്റെ വേഷം കെട്ടി വന്നിരിക്കുന്ന ഒരു ഇടപാടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാരീജനെ സ്വർണ്ണമാനായിട്ട് വന്നപ്പോൾ ഒത്തിരി ആകർഷണം തോന്നി എന്ന് പറയുന്നുണ്ട് സീതയ്ക്ക്. അങ്ങനെ അതിൻ്റെ പുറകെയാണ് ഇന്ന് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ആകർഷകരായിരിക്കുന്നത് എനിക്ക് തോന്നുക. അതായത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായ നീക്കമാണ്. 2015 എന്ത് നിലപാട് ഇവിടെ സൂചിപ്പിച്ചോ ആ നിലപാട് തന്നെ എടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പോകുന്നത്. അതായത് മകന് വേണ്ടിയാണ് ഈ മാരീജൻ്റെ വേഷം കെട്ടുന്നത്. കേരളത്തിൽ ഒരു സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രയോജനം മകൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ മകൻ പിന്തുണയ്ക്കുന്ന മുന്നണിക്ക്, പരസ്യമായി മകൻ അവിടെയാണല്ലോ. അപ്പോൾ ആ മകന് വേണ്ടിയിട്ട് ഒരു മാരീജ വേഷം കെട്ടി വെള്ളാപ്പള്ളി കേരള സമൂഹത്തെയും കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെയും നേതാക്കളെയും വഞ്ചിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അവരെത്രയും നേരത്തെ തിരിച്ചറിയുന്നോ അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 2019 കാലാവധി അവസാനിച്ചതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ. അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താതെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുക. അവിടെ തുടരാനായിട്ട് അർഹതയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലും അതുപോലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ IG രജിസ്ട്രേഷനും ഒക്കെ ധാരാളമായ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും തുടർന്ന് കേസുകൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക. പലതും വളരെ നിർണായകമായ അവസ്ഥയിൽ എത്തിയിരിക്കുക. പണാപഹരണ കേസിൽ വിചാരണ നേരിടാനായിട്ട് കുറ്റപത്രം കോടതിയിലെത്തി. ആ കുറ്റപത്രം ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികൾ തള്ളി ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുനരന്വേഷണം കൂടുതൽ നടത്തണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ കൊടുത്ത ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ മേടിച്ച് നിൽക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ CJM കോടതിയിൽ പോയി ഹാജരായി കുറ്റപത്രം വായിച്ച് കേട്ട് വിചാരണ നേരിടേണ്ട അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ സംബന്ധിച്ചോളം നടത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാനം. പിന്നെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത 30 കൊല്ലങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമുദായത്തിനൊന്നും കിട്ടുന്നില്ല, സമുദായം സംഘടിക്കുന്നില്ല, വോട്ട് ബാങ്ക് ആകുന്നില്ല, അതുകൊണ്ട് രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം അധികാര രംഗങ്ങളിലുമെല്ലാം സമുദായം ഇവിടെ മാറ്റി നിർത്തപ്പെട്ടു പോവുകയാണ് എന്ന് 30 കൊല്ലം മുമ്പ് ഈ സ്ഥാനം ഏറ്റപ്പം മുതൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. ഈ 30-ാം കൊല്ലത്തിലും അദ്ദേഹം മലപ്പുറത്ത് പ്രസംഗിച്ചത് അതുതന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വാക്കുകളിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണെന്ന് സമ്മതിക്കില്ല. 30 കൊല്ലം ഇരുന്നിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുക. പിന്നെ വർഗീയതയുടെ ആ കസേരയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന ആ വലിയ സിംഹാസനത്തിൽ, അതിലൊക്കെ കുമാരനാശാൻ ഇരുന്ന സിംഹാസനത്തിലുമൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ ദൂരവ്യാപകമായ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ അത് നടത്തുന്നതിന് ഒക്കെ ഒരു പരിധി ഉണ്ടാകണം. അതാണ് സമുദായ നേതാവായാലും സാമൂഹ്യ നേതാവായാലും കേരളത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സാമാന്യമായ മര്യാദ. CK വിദ്യാസാഗർ, അദ്ദേഹം അത് മുസ്ലിം വിരുദ്ധമല്ല, മുസ്ലിം ലീഗ് വിരുദ്ധമാണ് എന്നാക്കി മാറ്റുകയുണ്ടായി. രണ്ടിലും അദ്ദേഹം കേമനാണ്. നേരത്തെ നൌഷാദ് എന്നൊരു ഓട്ടോ ഡ്രൈവർ ഒരു മാൻഹോളിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരിച്ചപ്പോൾ ആ കുടുംബത്തിന് സഹായധനം നൽകിയപ്പോഴായിരുന്നല്ലോ ആദ്യത്തെ വർഗീയ പ്രസ്താവന. അതിനുശേഷം അദ്ദേഹം പലപ്പോഴായി ലീഗിന്റെ 5ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ ഞങ്ങൾക്കെവിടെ എന്ന് പറയുന്നു. എല്ലാ കാലത്തും ഇടതുപക്ഷം ഭരിക്കുന്ന ഘട്ടത്തിൽ ഈ ഈഴവ വിഭാഗത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിട്ടുണ്ട്? അതിലൊരു കുറവുണ്ടായിട്ടുണ്ടോ?
അപ്പോൾ അതിങ്ങനെ താരതമ്യം ചെയ്യുകയും വിളിച്ചു പറയുകയും ചെയ്യുക, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മലബാറിൽ SNDP യോഗത്തിന് വേണ്ട വിധത്തിൽ അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ? അങ്ങനെ ഒരു സ്വാധീനം ഈ വർഗീയ പരാമർശത്തോടു കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണയാണോ അദ്ദേഹത്തിന്? അങ്ങനെ ഈ തരത്തിലുള്ള പരാമർശം കൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അഥവാ ഇപ്പം കേരളത്തിൽ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈഴവ സമുദായത്തെ അതിന് ചുറ്റും ഒരു വേലി കെട്ടി ഒരു തുരുത്തിലാക്കി മാറ്റുക. തുരുത്ത് ഇൻ ദ സെൻസ്, പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിൽ നിന്ന് ഈഴവ സമുദായത്തിലെ കൊള്ളാവുന്ന മനുഷ്യരെ പോലും ഒരു വേറിട്ട ആംഗിളിൽ സമൂഹം, മറ്റ് സമുദായങ്ങൾ, മറ്റ് മതക്കാർ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. വാസ്തവത്തിൽ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തിന് നൽകിയ വലിയ ശിക്ഷ അതാണ്. ശരി, ഒരു വ്യക്തത CK വിദ്യാസാഗർ. ഇപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പിണറായി വിജയൻ. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുകയാണെങ്കിലോ? വെള്ളാപ്പള്ളി വിചാരിച്ചാൽ മുഴുവൻ ഈഴവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുമോ? ഇവിടെ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് എല്ലാം കൂടി ഒരു വശത്തേക്ക് ഒഴുക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഒരു മിഥ്യാധാരണയാണ്. മുഖ്യമന്ത്രിക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ 2015 തെരഞ്ഞെടുപ്പ് തന്നെ മതി. അന്ന് വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്ര സർക്കാർ കൊടുത്ത ഹെലികോപ്റ്ററിൽ പൊടി പറപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മകനും കൂടെ ഓടി നടന്ന് പൊടി പറപ്പിച്ചുകൊണ്ട് നടന്നല്ലോ. ഞങ്ങളൊക്കെ അന്ന് വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിനേക്കാളും രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും എല്ലാം വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് നടക്കുന്ന നാളുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈഴവ സമുദായത്തിലെ നല്ലൊരു സമൂഹം തയ്യാറാവുകയും അതിൻ്റെ പ്രയോജനം വാസ്തവത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഇടതുപക്ഷത്തിന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വെള്ളാപ്പള്ളി പരിശുദ്ധനായി, ബാക്കി ഉള്ളവരെല്ലാം അത്ര പരിശുദ്ധന്മാരല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ്. വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്കും ഇല്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. അദ്ദേഹം ഇപ്പോൾ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം മകൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാരീജന്റെ വേഷം കിട്ടി ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് LDFകാർ തിരിച്ചറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇന്ന് SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും മണികൾ മുഴുവനും ഈഴവ സമുദായം മൊത്തമായി കഴിഞ്ഞ 10-25 കൊല്ലക്കാലമായി SNDP ഈ നേതൃത്വം ഈ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 കൊല്ലം കൂടി അവിടെ തുടർന്നാൽ ഒരുപക്ഷെ അച്ഛനും മകനും ഈ ഫോബ്സ് പട്ടിക എന്ന് പറഞ്ഞ് സമ്പന്നരുടെ ഒരു പട്ടികയുണ്ടല്ലോ, ആ പട്ടികയ്ക്കകത്ത് ഇടം നേടി വളരാൻ കഴിയും എന്നല്ലാതെ ഈ സമുദായത്തിൻ്റെ വളർച്ചയിൽ ഒരു സംഭാവനയും നൽകാനായിട്ട് കഴിയാത്ത ദുരവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൂഷണം മാത്രമാണ് ഈ സമുദായത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് എനിക്കിങ്ങനെ ഓപ്പണായിട്ട് തുറന്നു പറയാൻ. ശരി, അതിലേക്ക് എനിക്ക് കുറച്ചുകൂടി താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങനെ ഒരു ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ ചൂഷണത്തിനെതിരെ അതിനകത്തുനിന്ന് തന്നെ ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഉയർന്നു വന്ന ഒരു ശബ്ദമാണ് താങ്കളുടേത്. പക്ഷേ താങ്കൾ അതിൽ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.